കോഴിക്കോടേക്കാണ്. കോഴിക്കോട് നിന്ന് സലാം മുഹമ്മദാണ് ചെയ്യുന്നത്. സലാം, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് ലോക്സഭയിലെത്തുമ്പോൾ നമ്മൾ ഒരുപാട് നേതാക്കളുടെ പ്രതികരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം വടക്കൻ കേരളത്തിൽ നിന്ന് മറ്റെന്തൊക്കെയാകും ഇന്ന് പ്രധാനമായി ചർച്ചയാകാൻ പോകുന്നത്? ദിവ്യ, ഗുഡ് മോർണിംഗ്. വഖഫ് ഭേദഗതി ബിൽ ഇന്ന് പാർലമെന്റിൽ എത്തുമ്പോൾ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായും രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇനി CAA പോലുള്ള ഒരു തുടർ സമരങ്ങൾ, ഇക്കാര്യത്തിൽ ഒരു യോജിച്ച സമരങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ മുസ്ലിം സംഘടനകളുടെ കൂടി പ്രതികരണം വരാനുണ്ട്. ഏതായാലും വലിയ ആശങ്കയിലാണ്. ഈ പ്രതികരണങ്ങൾ ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഇന്ന് ജില്ലയിൽ ബിനോയ് വിശ്വം, CPI സംസ്ഥാന സെക്രട്ടറി ജില്ലയിലുണ്ട്. AKSTU സംഘടിപ്പിക്കുന്ന ഒരു ലഹരി വിരുദ്ധ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. കൂടാതെ ഇന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് മാധ്യമങ്ങളെ കാണുന്നത്. അദ്ദേഹം എന്തോ കാര്യപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവെക്കാനുണ്ട് എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. കൂടാതെ താമരശ്ശേരി രൂപതയുടെ പ്രസ് മീറ്റുണ്ട്. അങ്ങനെ ചില പത്രസമ്മേളനങ്ങൾ ഇന്നുണ്ട്. കൂടാതെ കോഴിക്കോട് മലാപ്പറമ്പിൽ നിന്നും കാണാതായ 13കാരനെ ഇന്ന് പൂനെയിൽ നിന്നും തിരിച്ചെത്തിക്കും. കഴിഞ്ഞ 24-ാം തീയതിയാണ് അദ്ദേഹത്തെ 13കാരനെ കുട്ടിയെ കാണാതാവുന്നത്. പിന്നീട് പൂനെയിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. ഈ കുട്ടിയെ ഇന്ന് തിരിച്ചെത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത്, ഈ കൽപ്പറ്റയിൽ, അതായത് വയനാട് കൽപ്പറ്റയിൽ കൽപ്പറ്റ സ്റ്റേഷനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്നുണ്ടാകും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം ഉണ്ടാവുക. ഒരു പക്ഷേ ഈ പോലീസിൻ്റെ നിഷ്ക്രിയത്വം, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അലംഭാവം ഉണ്ടാകുമെന്ന് കാണിച്ചുകൊണ്ട് കുടുംബവും ഈ ദളിത് സംഘടനകളും, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട നെല്ലറച്ചാൽ സ്വദേശിയായിട്ടുള്ള ഗോകുൽ എന്നയാളാണ് ഈ കൽപ്പറ്റ സ്റ്റേഷനുകളിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ദളിത് സംഘടനകളുടെയും മറ്റു പ്രതിപക്ഷ സംഘടനകളുടെയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അലംഭാവം ഉണ്ടായെന്ന് കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ദിവ്യ, ശരി, സലാം മുഹമ്മദാണ് വടക്കൻ കേരളത്തിൽ നിന്നുള്ള വാർത്തകൾ നൽകിയത്. നമുക്ക്